ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേതക്ക് EVയുടെ ഒരു ചെറിയൊരു ഓണർഷിപ്പ് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ഈ വണ്ടി വാങ്ങിയിട്ട് 1 കൊല്ലവും 4 മാസത്തോളമായി നമ്മൾ ഈ വണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ഓണർഷിപ്പ്, എൻ്റെ അനുഭവങ്ങളും എനിക്കുണ്ടായ 8ൻ്റെ പണികളും എനിക്കുണ്ടായ നല്ല കാര്യങ്ങളും ബെനിഫിറ്റ്സും എല്ലാം കൂടെ ചേർത്തുള്ള ചെറിയൊരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യുന്നത്. കാരണം 2903 എന്ന് പറയുന്ന ബേസ് മോഡൽ ചേതക്കാണ് നമ്മുടെ ഉള്ളത്. അപ്പം ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ബേസ് മോഡൽ എന്തുകൊണ്ട് എടുത്തു, അതാണ് എനിക്ക് പറയാനുള്ള ആദ്യത്തെ കാര്യം. അന്ന് ഞാൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടിയ മോഡൽ എന്ന് പറയുന്നതിനും ഈ ബേസ് മോഡൽ എന്ന് പറയുന്നതിനും ബാറ്ററി പാക്ക് എല്ലാം സെയിം തന്നെയായിരുന്നു. അപ്പോൾ റേഞ്ച് IDC പറയുന്നത് 123 കിലോമീറ്ററാണ് റേഞ്ച് പറയുന്നത്. അപ്പോൾ കൂടിയ മോഡൽ എടുത്താലും ഈ കുറഞ്ഞ മോഡൽ എടുത്താലും എല്ലാവരും ഒരേ റേഞ്ച് തന്നെ പറയുന്നത്. ആകെ കുറച്ച് ഫീച്ചേഴ്സിലുള്ള വ്യത്യാസങ്ങൾ മാത്രമേ വണ്ടിയിൽ വരുന്നുള്ളൂ. കാണുന്നുള്ള ലുക്കിലാണെങ്കിലും എല്ലാം ഒരുപോലെ തന്നെയാണ്. പിന്നെ ഈ കളർ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ റെഡ് കളർ നല്ലൊരു ഭംഗിയുള്ളൊരു കളറാണ്, നല്ല ക്വാളിറ്റി ഉണ്ട് പെയിന്റിങ്ങിനാണെങ്കിൽ. അപ്പം ബേസ് മോഡൽ എടുത്ത് കാരണം ഇതൊക്കെ തന്നെയാണ്. ഇതാണ് പ്രൈസിൽ നമുക്ക് ഈ വണ്ടി ഓൺ റോഡ് വന്നപ്പോൾ 1,14,000 രൂപയാണ് നമുക്ക് ഈ വണ്ടി ഓൺ റോഡ് പ്രൈസിൽ നമുക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ഫുൾ ഓപ്ഷൻ അല്ലെങ്കിൽ കൂടിയ മോഡലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് വരുമ്പോഴത്തേക്കും 1,45,000, 50 അങ്ങനെ ആ റേഞ്ചൊക്കെ ആയിരുന്നു ഫുൾ ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് വന്നിരുന്ന റേറ്റ്. വ്യത്യാസം എന്ന് പറയുന്നത് ബേസ് മോഡൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മീറ്റർ, പിന്നെ ഡിസ്ക് ബ്രേക്ക് ഉണ്ടാകത്തില്ല ഫ്രണ്ടിൽ, അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സുള്ള മാറ്റങ്ങൾ മാത്രമേ ബേസ് മോഡലും ഫുൾ ഓപ്ഷൻ തമ്മിലും വരുന്നുള്ളൂ. ബാറ്ററി പാക്കും എല്ലാം സെയിം ആണ്. റേഞ്ച് ആണെങ്കിലും 123 കിലോമീറ്റർ ആണ് IDC റേഞ്ച് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മീറ്റർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സാധാ നോർമൽ ഒരു പെട്രോൾ സ്കൂട്ടറിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. സ്പീഡ്, റേഞ്ച്, ബാറ്ററി പെർസെൻറ്റേജ്, ഇതെവിടെയും ബാറ്ററിയുടെ റേഞ്ചാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ വണ്ടിയുടെ ഗിയർ പൊസിഷൻസ്, ന്യൂട്രൽ, പിന്നെ ഡ്രൈവ് അമർത്തിയ ശേഷം മാത്രമാണ് വണ്ടി മൂവ് ചെയ്യുള്ളൂ. ഇതവിടെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നെ ടൈം, അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ബേസ് മോഡലിൻ്റെ മീറ്ററിൽ തന്നെ നമുക്കുണ്ട്. അപ്പോൾ മീറ്റർ പോലെ തന്നെ വേറൊരു മാറ്റം എന്ന് പറയുന്നത് ഡിസ്ക് ബ്രേക്ക്. ഇതിന് ഡിസ്ക് ബ്രേക്ക് ഇല്ല, ബേസ് മോഡലിന് ഡിസ്ക് വരുന്നില്ല, സാധാ ഡ്രം ബ്രേക്ക്. ഫ്രണ്ടും ബാക്കും ഒരുപോലെ വർക്ക് ചെയ്യുന്നൊരു ബ്രേക്കാണ്. ബാക്കിൽ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഫ്രണ്ടും ബാക്കും ഒരുപോലെ കോംബി ബ്രേക്ക് എന്ന് പറയും. അതുപോലെ ഇതിന് വർക്ക് ചെയ്യുന്ന അത്യാവശ്യം നല്ല ബ്രേക്കിങ്ങും കാര്യങ്ങളും ഈ മോഡലിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. സൈസ് ആണെങ്കിലും അലോയി ആണെങ്കിലും എല്ലാം ബേസ് മോഡലിൻ്റെയും ഫുൾ ഓപ്ഷൻ വേരിയൻറ്റിൻ്റെയും എല്ലാം ഒരുപോലെ തന്നെയാണ്. MRFൻ്റെ ടയേഴ്സാണ് കമ്പനി ടയേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ബേസ് മോഡൽ ആണെങ്കിൽ പോലും ഇതിലും മൊബൈൽ ചാർജിങ്, ഒരു 12 വോൾട്ടിൻ്റെ മൊബൈൽ ചാർജിങ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ നമുക്ക് ഇവിടെയും നമുക്ക് വെക്കാം. അതുപോലെ ലഗേജ് ഹുക്ക് ഇവിടെ വരുന്നുണ്ട്. അത്യാവശ്യം വേണ്ടത് ഡിം ബ്രൈറ്റ്, ഇൻഡിക്കേറ്റർ, ലെഫ്റ്റ് റൈറ്റ് ഇവിടെ വരുന്നു, ഫോണ്, പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ന്യൂട്രൽ, റിവേഴ്സ് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നമ്മൾ ചെയ്തിട്ടില്ല. ഇതിൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക് പാക്ക് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് എക്സ്ട്രാ ഒരു 3000 രൂപ നമ്മൾ കൊടുക്കണം. അത് എടുക്കുകയാണെങ്കിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നമുക്ക് കിട്ടും. അതുപോലെ റിവേഴ്സ്, സ്പോർട്സ് മോഡ്, ഇങ്ങനെയുള്ള കുറച്ച് ഡ്രൈവ് മോഡ്സ് നമുക്ക് അതിലൂടെ നമുക്ക് കിട്ടും. അപ്പോൾ ബേസ് മോഡൽ എടുത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ 3 മോഡൽ ഉണ്ടായിരുന്നില്ലേ, 3 മോഡലും ഒരേ റേഞ്ച്, ഒരേ ബാറ്ററി പാക്ക്, കാണാൻ എല്ലാം ഒരുപോലെ തന്നെയാണ്. വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെ ഇതിൽ വേണമെങ്കിൽ കുറച്ച് ഫീച്ചേഴ്സും കുറച്ച് കാര്യങ്ങളും മാത്രമേ വ്യത്യാസം വണ്ടിയിൽ വന്നിട്ടുള്ളൂ. ഇത് നമുക്ക് ഓൺ റോഡ് വന്നപ്പോൾ 1,14,000 രൂപ നമുക്ക് ഓൺ റോഡ് പ്രൈസ് നമുക്ക് ബേസ് മോഡൽ വന്നത്. ഇതിനേക്കാളും 1,45,000, 1,50,000 അങ്ങനെ റേഞ്ചുകളിലാണ് ഇതിനേക്കാൾ കൂടിയ 2 മോഡൽസ് വരുന്നത്. റേഞ്ച് ഇതിന് പറയുന്നത് IDC റേഞ്ച് ഈ 3 മോഡലിനും 123 കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നത്. നമുക്കൊരു റിയൽ ലൈഫിൽ നമുക്കൊരു 90 to 100 ഉള്ളിൽ കിട്ടും, എനിക്ക് കിട്ടുന്നുമുണ്ട്. അതുപോലെ സിംഗിൾ ഡ്രൈവിൽ ഒരു അത്യാവശ്യം മര്യാദ ലെവലിലൊക്കെ പോവുകയാണെങ്കിൽ 117 വരെ ഒറ്റ ചാർജിൽ ഈ വണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. 123 പറയുന്നു, 117 വരെ ഇതിൽ കിട്ടിയിട്ടുണ്ട്. അതും ഒരു ഇലക്ട്രിക്കൽ സ്കൂട്ടർ ആണ് ഉപയോഗിക്കുന്ന രീതിയിൽ വളരെ സ്ലോയിൽ അത്യാവശ്യം റീജനറേഷൻ എല്ലാം യൂസ് ചെയ്ത് അത്യാവശ്യം നല്ല റോഡിൽ, അതായത് ഇവിടെ നിന്ന് കോട്ടയത്ത് നിന്നും എറണാകുളം വരെ ഞാൻ പോയി തിരിച്ചു വന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 117 വരെ ഈ വണ്ടിയിൽ നമുക്ക് കിട്ടി. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സർവീസ് ഇൻ്റർവെൽസ്. 1000-ലാണ് ആദ്യത്തെ സർവീസ്, പിന്നെ 5000, 10000, 15000, 20000. അപ്പോൾ ഇതുവരെയുള്ള സർവീസ് ഞാൻ ചെയ്തു. എൻ്റെ വണ്ടി ഇപ്പോൾ 1 കൊല്ലവും 4 മാസം കൊണ്ട് ഈ വണ്ടി 20,000 കിലോമീറ്റർ കഴിഞ്ഞു. 1000-ൽ, പിന്നെ 5000, പിന്നെ 10000, 15000, 20000 ഇതുവരെ ചെയ്തു. ഓരോ 5000 കിലോമീറ്റർ കൂടുമ്പോഴാണ് സർവീസ് വരുന്നത്. ആദ്യത്തെ മാത്രം 1000 കിലോമീറ്ററിലാണ്. പിന്നെ ആദ്യത്തെ 4000 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ 5000 ആയപ്പോൾ അടുത്ത സർവീസ് ചെയ്തു. പിന്നെ ഓരോ 5000 കിലോമീറ്റർ കൂടുമ്പോഴാണ്. ഈ ഓരോ 5000 കിലോമീറ്ററിലും നമുക്ക് ഒരു 750, 800 to 750 ഉള്ളിൽ എനിക്കിത് സർവീസ് കോസ്റ്റ് ആയിട്ട്
വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സർവീസ് 20,130 കിലോമീറ്ററിലാണ് ലാസ്റ്റ് സർവീസ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എല്ലാ സർവീസും പെയ്ഡ് സർവീസാണ്. ഒരു സർവീസ് പോലും ഫ്രീ സർവീസ് ചേതക്കിന് വരുന്നില്ല. എല്ലാത്തിനും നമ്മൾ പൈസ കൊടുക്കണം. ഇതിപ്പോൾ ലാസ്റ്റ് സർവീസിന് എനിക്ക് വന്ന എമൗണ്ട് 775 രൂപയാണ്. എല്ലാ സർവീസിനും ഏകദേശം ഈ ഒരു റേറ്റിൻ്റെ അടുത്ത് തന്നെ, അതായത് 1000-ന് താഴെയായിട്ട് എല്ലാ സർവീസിനും എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ വാഷ് ഇല്ലാതെയാണ് ഇത്രയും എമൗണ്ട് വരുന്നത്. വാഷ് കൂടെ വരുമ്പോൾ അത്യാവശ്യം കുറച്ചുകൂടെ എമൗണ്ട് 100 രൂപയുടെ വ്യത്യാസം കൂടെ വരും എന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തെന്ന് പറയാനുള്ളത്, വണ്ടിയിൽ അത്യാവശ്യം ഇവിടെ അത്യാവശ്യം നമ്മുടെ ഹെൽമെറ്റും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വെക്കാൻ വേണ്ടി അത്യാവശ്യം ബൂട്ട് സ്പേസ് ഇതിനകത്തുണ്ട്. ഇവിടെയാണ് നമ്മുടെ വണ്ടി ചാർജ് ചെയ്യുന്ന പോർട്ട്. 2.9 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് നമ്മുടെ ഈ വണ്ടിക്ക് വരുന്നത്. ഏകദേശം ഒരു 6 മണിക്കൂർ കൊണ്ടൊക്കെ ഒരു 0 to 100 ആകും വണ്ടി ചാർജ് ആവാനായിട്ട്. പിന്നെ കീ ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് വണ്ടിക്ക് കീ ആണ് വരുന്നത്. ഇതിൻ്റെ കൂടിയ മോഡൽ വരുമ്പോൾ അതിനൊരു റിമോട്ട് ഒരു സെറ്റാണ് വരുന്നത്. ഇവിടെ ഒരു പുഷ് സ്റ്റാർട്ട് പോലെ ഒരു ബട്ടൺ, അങ്ങനെയാണ് അതിന് വരുന്നത്. അതൊക്കെയാണ് ഇതും അതും തമ്മിലുള്ള വ്യത്യാസം. ബേസ് മോഡലും ഫുൾ ഓപ്ഷൻ വേരിയൻറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വരുന്നത്. മീറ്റർ, ഡിസ്ക് ബ്രേക്ക്, നമുക്ക് അത്യാവശ്യം ഈ മീറ്ററിൻ്റെ ആവശ്യം നമുക്ക് വരുന്നുള്ളൂ. ബ്രേക്ക് ആണെങ്കിലും നമ്മളിപ്പോൾ അത്യാവശ്യം വേണം നല്ല ബ്രേക്ക് സിസ്റ്റം ഈ വണ്ടിയിൽ വരും. പിന്നെ ഇവിടെ കുറച്ച് സ്പേസ് കുറവുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ സീറ്റ് ഇപ്പോൾ വരുന്നത് 3.5 സീരീസ് ആണ്. അപ്പോൾ ഒന്നുകൂടെ സീറ്റ് നീട്ടമുണ്ട് ഇതിനേക്കാളും. ഇതിൽ 2.9 സീരീസ് ആയതുകൊണ്ട് ഇതിന് കുറച്ച് സീറ്റ് സ്പേസ് കുറവാണ്. ഞാനും എൻ്റെ വൈഫുമാണ് ഇതിൽ കൂടുതൽ യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് കഴിയുമ്പോൾ തന്നെ സീറ്റ് മുഴുവനായി. പിന്നെ കൊച്ചിനെ വെക്കുമ്പോഴും ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം സീറ്റ് സ്പേസ് കുറവാണ് ഈ മോഡലിന്. ഇപ്പോൾ വരുന്നതിന് സീറ്റ് അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതൊന്നുകൂടെ റേഞ്ചും കൂടുതലാണ്. അത് 150 കിലോമീറ്റർ റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചേതക്കിന് വാറണ്ടി എന്ന് പറയുന്നത് 3 വർഷവും അല്ലെങ്കിൽ 50,000 കിലോമീറ്റർ. ഇതിൽ ഏതാണോ ആദ്യം ആവുന്നത് അതിനനുസരിച്ച് വാറണ്ടി കട്ടാവും. അപ്പോൾ ഞാൻ ഇതിന് എക്സ്റ്റൻഡർ വാറണ്ടി ഇപ്പോൾ എടുത്തു. ഇപ്പോൾ 20,000 കിലോമീറ്ററിന് മുമ്പാണ് എടുക്കേണ്ടത്. 20,000 കിലോമീറ്റർ അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിലാണ് എക്സ്റ്റൻഡർ വാറണ്ടി എടുക്കേണ്ട കാലാവധി. അപ്പോൾ വണ്ടി എടുത്ത സമയത്ത് ഞാൻ ആ എക്സ്റ്റൻഡർ വാറണ്ടി എടുത്തിരുന്നെങ്കിൽ എനിക്ക് 3,000 രൂപയ്ക്ക് എക്സ്റ്റൻഡർ വാറണ്ടി കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് 20,000 കിലോമീറ്ററിന് മുമ്പ് ഞാൻ എക്സ്റ്റൻഡർ വാറണ്ടി എടുത്തപ്പോൾ എനിക്ക് 7,250 രൂപയാണ് ഇതിന് എക്സ്റ്റൻഡർ വാറണ്ടി ആയിട്ട് നമുക്ക് വന്നത്. ഇപ്പോൾ ഇതിൽ 70,000 കിലോമീറ്ററും അതുപോലെ 5 വർഷവും അങ്ങനെയാണ് ഇപ്പോൾ ഈ എക്സ്റ്റൻഡർ വാറണ്ടി എടുത്തുകൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഇലക്ട്രിക് വണ്ടി എടുക്കുമ്പോൾ അധികം അത്യാവശ്യം ഓട്ടം ഉള്ള ഒരാൾക്കാണെങ്കിൽ എന്തായാലും എക്സ്റ്റൻഡർ വാറണ്ടി എടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഓട്ടം കുറവാണെങ്കിലും എക്സ്റ്റൻഡർ വാറണ്ടി എടുക്കാൻ ഏറ്റവും നല്ലത്. ഇപ്പോൾ ഈ 3 വർഷം കൊണ്ട് 70,000 കിലോമീറ്റർ ഓടുന്ന ആൾ ഒരിക്കലും എക്സ്റ്റൻഡർ വാറണ്ടി എടുക്കരുത്. വെറുതെ ആ പൈസ അധികം പോവുക എന്നല്ലാതെ വേറൊന്നും വരില്ല. ഞങ്ങളുടെ ചേതക്കിൻ്റെ ഗ്രൂപ്പിൽ 3 വർഷം ആവുന്നതിന് മുമ്പ് തന്നെ 10,000-50,000 കിലോമീറ്റർ ഓടിയ വണ്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ പൊതുവെ എക്സ്റ്റൻഡർ വാറണ്ടി എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഇപ്പോൾ എനിക്ക് കാറും ഞാനിപ്പോൾ ഒരു EV എടുത്തു. ഈ വണ്ടിയിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ചേതക്കിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് കാറും ഞാൻ ഇലക്ട്രിക് എടുക്കാമെന്ന് വിചാരിച്ച് ഇലക്ട്രിക് എടുത്തത്. പറയുന്ന റേഞ്ച് എനിക്ക് കിട്ടുന്നുണ്ട്. 20,000 കിലോമീറ്റർ വരെ എനിക്ക് വലിയ പണികളൊന്നും കിട്ടിയില്ല. എനിക്ക് കുറച്ച് പണികളെ വന്നിട്ടുള്ളൂ. കുറച്ച് പണി എന്ന് പറഞ്ഞാൽ ആകെ ഒരു ഓക്സിലറി ബാറ്ററി അത് ഞാൻ മാറി. ഓക്സിലറി ബാറ്ററി 1 വർഷം 17,000 കിലോമീറ്റർ ആയപ്പോൾ ഓക്സിലറി ബാറ്ററി ഞാൻ മാറി. ഓക്സിലറി ബാറ്ററി എക്സൈഡിനാണ് പുതിയ ഇട്ടത്. സർവീസ് സെൻ്ററിൽ നിന്ന് മാറിയത് 850 രൂപയായി ഓക്സിലറി ബാറ്ററിക്ക് വന്ന ഒരു പ്രൈസ്. പിന്നെ ബാക്ക് ടയർ പിന്നെ മാറിയത് ആകെ ഇതിൻ്റെ ബാക്ക് ടയർ ഞാൻ ഒരു പ്രാവശ്യം മാറി. അതെനിക്കൊരു 18,000 കിലോമീറ്റർ വരെ ബാക്ക് ടയറിന് ലൈഫ് എനിക്ക് കിട്ടി. ഫ്രണ്ട് ടയർ ഇതുവരെ മാറിയിട്ടില്ല. ബാക്ക് ടയറിന് എമൗണ്ട് വന്നത് C8-ൻ്റെ ടയറാണ് ഇട്ടത്. ബാക്ക് ടയറിന് എനിക്ക് എമൗണ്ട് വന്നത് 1,450 രൂപയാണ് ബാക്ക് ടയറിന് എമൗണ്ട് വന്നത്. ഫ്രണ്ടിലെ ടയർ ഇതുവരെ മാറിയിട്ടില്ല. MRF ആണ്. ഇനിയും ഇഷ്ടം പോലെ ഓടാനുള്ള ത്രെഡ് ഇതിൽ ഇനി ഇഷ്ടം പോലെ ഉണ്ട്. പലരും പറയും EV വണ്ടികൾക്ക് ടയർ ലൈഫ് വളരെ കുറവാണ്, അങ്ങനെയൊക്കെ പറയുന്ന പലരും പല വീഡിയോസും കാണാം. അത് വളരെ വലിയ മണ്ടത്തരമാണ്. ഈ വണ്ടികൾക്ക് ടയർ ലൈഫ് കൂടുതലും ഉണ്ട്, കുറവുള്ളതുണ്ട്. കുറവുള്ളത് നമ്മുടെ V6, SV90 അങ്ങനെയുള്ള വണ്ടികളൊക്കെ അത്യാവശ്യം പവർഫുള്ളായ വണ്ടികളാണ്. അപ്പോൾ അതിന് നമ്മൾ ആക്സലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ടയർ ലൈഫ് പെട്ടെന്ന് കുറയും. പക്ഷെ ഇപ്പോൾ എൻ്റെ വിൻസർ ആണെങ്കിലും 23,000 കിലോമീറ്റർ ഇത് കഴിഞ്ഞ് വാങ്ങിയ വണ്ടിയാണ്. പക്ഷേ ഇപ്പോൾ അതിലാണ് കൂടുതൽ ഓട്ടം. വിൻസർ 23,000 കിലോമീറ്റർ ഓടി. ഇനിയും ടയർ ലൈഫ് ഇഷ്ടം പോലെ അതിനകത്തുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചേതക്കിൻ്റെ വീഡിയോ ആയതുകൊണ്ട് ചേതക്കിലേക്ക് തന്നെ വീണ്ടും വരാം. ബാക്കിലെ ടയർ മാത്രം ഒരു തവണ മാറി 1,400 രൂപ അങ്ങനെ അത്ര വന്നിട്ടുള്ളൂ. ബാക്കിലെ ടയർ C8 ടയർ ഇട്ടത്, പക്ക EV ടയർ ഇട്ടത്. പക്ഷേ ആദ്യത്തെ MRF-ൻ്റെ അത്രയും ക്വാളിറ്റി ഈ ടയറിന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചേതക്ക് ഉപയോഗിക്കുന്ന പൊതുവെ എല്ലാവർക്കും ഒരു കംപ്ലൈൻ്റ് ആണ് റൈറ്റ് സൈഡ് തേയ്മാനം. ചേതക്കിൻ്റെ റൈറ്റ് സൈഡ് തേയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിൽ ഓക്കെയാണ്, വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. പക്ഷേ ഗ്രൂപ്പിൽ ഞങ്ങളുടെ ചേതക്കിൻ്റെ ഗ്രൂപ്പിൽ ഇഷ്ടംപോലെ പേര് പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് റൈറ്റ് സൈഡ് തേയ്മാനം. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ആണെങ്കിലും റൈറ്റ് സൈഡ് കുറച്ച് തേയ്മാനമുള്ളത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇനി അങ്ങനെ ശ്രദ്ധിക്കുന്നതുകൊണ്ടായിരിക്കാം
എന്ന് തോന്നുന്നു. ഇതിന് മുമ്പുള്ള ടയർ ആണെങ്കിലും റൈറ്റ് സൈഡാണ് കൂടുതലും തേഞ്ഞു പോയിട്ടുള്ളത്. ബാക്കിയെല്ലാം കൊണ്ടും വണ്ടിയിൽ ഞാൻ 100% ഹാപ്പിയാണ്. ഇതുവരെ വണ്ടിയിൽ ഞാനിപ്പോൾ ഒരാളോട് ഇലക്ട്രിക് എടുക്കാൻ ആരും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വണ്ടി ഓക്കെ പറയും. പക്ഷേ കംപ്ലൈന്റ് ഉള്ള ഒരു ഇഷ്ടം പോലെ പേരുണ്ട്. ചേതക്കിന്റെ വണ്ടി ബാറ്ററി ഒരു 1000 കിലോമീറ്റർ ആവുന്നതിന് മുമ്പ് ഒരു തവണ ബാറ്ററി മാറിയ ആൾക്കാരുണ്ട്. 5000 കിലോമീറ്ററുള്ളിൽ 2 തവണ ബാറ്ററി മാറിയ ആൾക്കാരുണ്ട്. പിന്നെ എല്ലാം തികഞ്ഞ ഒരു വണ്ടി ഇല്ല. അതിപ്പോൾ ഏതിൻ്റെ ആണല്ലോ, ഇപ്പോൾ ഈതറിന്റെ ഗ്രൂപ്പിൽ കയറിയാലും അതിൻ്റെതായ കംപ്ലൈൻസ് ഉണ്ട്. ഓലയുടെ ഗ്രൂപ്പിൽ കയറിയാലും അതിൻ്റെതായ കംപ്ലൈൻസ് ഉണ്ട്. എല്ലാ വണ്ടിക്കും അതിൻ്റെതായ കംപ്ലൈൻസുകളുണ്ട്. എല്ലാം തികഞ്ഞ വണ്ടി ഇല്ല. അതേ എനിക്ക് പറയാനുള്ളൂ. ഈ വണ്ടിയിൽ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ഇതുവരെ 20000 കിലോമീറ്റർ ആകെ വന്ന കംപ്ലൈന്റ് ഒരു ഓക്സിലറി ബാറ്ററി ഒരു പ്രാവശ്യം മാറി, ബാക്ക് ടയർ. ഇതൊക്കെ സ്വാഭാവികമായി വരുന്ന കംപ്ലൈൻസുകളാണ്. വണ്ടി ആവുമ്പോൾ അതിന് കംപ്ലൈൻസ് ഉണ്ടാകും. നോർമലായിട്ട് കംപ്ലൈൻസ് ഉണ്ടാവും. അല്ലാതെ എപ്പോഴും കംപ്ലൈൻസ് ഇതിന് വന്നിട്ടില്ല. ചാർജർ ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും എല്ലാം പക്കയാണ്. പിന്നെ സോളാർ ആയതുകൊണ്ട് ഈ വണ്ടി ഇതുവരെ ഓടിയത് ഫ്രീ ആയിട്ടാണ് എനിക്ക് ഓടിയിട്ടുള്ളത്. ഇത് ചിലർ പറയുന്നുണ്ട് ഇലക്ട്രിക്കൽ വണ്ടിക്ക് റീസെയിൽ വാല്യൂ വളരെ കുറവാണ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പം ഞാൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതേ പൈസയ്ക്ക് ഒരു ആക്റ്റീവ് എടുക്കുകയാണെങ്കിലും 1,14,000 രൂപ വരും. അപ്പോൾ ആ ആക്റ്റീവ് എടുത്തിട്ട് അത് ഓടണമെന്നുണ്ടെങ്കിലും എന്താണ്, പെട്രോൾ അടിക്കണം. പെട്രോൾ അടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരും. ഇപ്പോൾ ഈ വണ്ടി 20,130 കിലോമീറ്റർ ഓടി. ഈ 20,130 കിലോമീറ്റർ ഓടണമെന്നുണ്ടെങ്കിൽ ഒരു 40 കിലോമീറ്റർ മൈലേജുള്ള ഒരു വണ്ടി വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായാലും ഒരു 57,000 രൂപ അല്ലെ 58,000 രൂപയുടെ പെട്രോൾ നമ്മൾ അടിക്കണം. ഈ വണ്ടി 1,00,000 സംതിങ്ങിന് വാങ്ങും ചെയ്യണം. എന്നിട്ട് അതിന് പുറമെ 57,000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു ഓടുമ്പോൾ നമുക്കതിൽ റീസെയിൽ വാല്യൂ ഇല്ല എന്ന് പറഞ്ഞാൽ യാതൊരു കാര്യമില്ല. 57,000 രൂപ നമ്മളവിടെ പെട്രോളും കളഞ്ഞിട്ടാണ് നമുക്ക് ആ വണ്ടിക്ക് റീസെയിൽ വാല്യൂ കിട്ടുന്നത്. ഇതിലാകുമ്പോൾ സോളാർ ആയതുകൊണ്ട് എനിക്ക് ഫുൾ ഫ്രീ ആണ്. ഈ 57,000 രൂപ എനിക്ക് വണ്ടിയിൽ 1,14,000 കൊടുത്തെങ്കിൽ അതിൽ 57,000 രൂപ ഇപ്പം എനിക്ക് കിട്ടി. ഇനി എത്രയോ ഓടുന്നു, പിന്നെ എത്രയോ ഓടുന്നു അത്രയും ലാഭം. അതാണ് ഇലക്ട്രിക് വണ്ടിയിലുള്ള കാര്യം. അല്ലാതെ ഇത് വാങ്ങി ഇത് റീസെയിൽ വാല്യൂവിൽ ലാഭം ഉണ്ടാക്കാമെന്ന് ആരും വിചാരിക്കരുത്. ഇത് ഓടി മുതലാക്കി ലാഭം ഉണ്ടാക്കുക, അത്രേ നടക്കത്തുള്ളൂ. അത് ഇലക്ട്രിക് വണ്ടി ഏതെടുത്താലും അത് തന്നെയാണ്. പിന്നെ ഞാൻ ചേതക്കിലേക്ക് എത്തിയ കാര്യം, ഞാൻ ഇതിനു മുമ്പ് നോക്കിയ വണ്ടി പറഞ്ഞാൽ എയ്തറായിരുന്നു. എനിക്ക് എയ്തർ നല്ല ഇഷ്ടപ്പെട്ട വണ്ടിയായിരുന്നു. അത്യാവശ്യം ഇതിനേക്കാളും ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തു എയ്തർ നല്ല വണ്ടിയാണ്. എയ്തർ റിസ്ത, എയ്തർ 450 കുറച്ച് വണ്ടി കുറച്ച് സൈസ് കുറവായതുകൊണ്ട് ഞാനും വൈഫ് അത്യാവശ്യം തടിയുള്ള ആൾക്കാരായതുകൊണ്ടും ഞങ്ങൾക്ക് ആ വണ്ടി വളരെ മാച്ച് ആവുന്നില്ല. പിന്നെ പ്രൈസ് വളരെ കൂടുതലായിരുന്നു വണ്ടിക്ക്. അതെങ്ങാണ്ട് 1,70,000 1,80,000 ആ റേഞ്ച് വരുന്നത്. റിസ്റ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല വണ്ടി. റിസ്റ്റ് ആണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങൾ എല്ലാം ഓടിക്കാനുള്ള ഇതിനേക്കാളും പവറും എനിക്ക് ഫീൽ ചെയ്തു റിസ്ത. ഇതിനേക്കാളും കേട്ടോ 2903 പവർ ഈ റിസ്റ്റയുടെ എയ്തറിന്റെ റിസ്ത ബേസ് മോഡലും ഇതിന്റെ ബേസ് മോഡലും കമ്പയർ ചെയ്യുമ്പോൾ ഇതിനേക്കാളും എന്തുകൊണ്ടും ബെസ്റ്റ് ഓപ്ഷനാണ് അത്. പിന്നെ എങ്ങനെയുള്ളവർ EV സ്കൂട്ടർ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ ഡെയിലി ഒരു 60 കിലോമീറ്ററെങ്കിലും ഓട്ടം വേണം. അങ്ങനെയുള്ളവർക്ക് ഇലക്ട്രിക്കൽ സ്കൂട്ടർ ലാഭമുള്ളൂ. അല്ലാതെ ഡെയിലി ഒരു 5-6 കിലോമീറ്റർ ഓടുന്ന ഒരാൾ ഒരിക്കലും ഇലക്ട്രിക്കൽ സ്കൂട്ടർ എടുക്കരുത്. അവരുള്ള പെട്രോൾ സ്കൂട്ടറേ എടുക്കാവുള്ളൂ. അവർക്കതാ ലാഭം. അതൊരു 15 കൊല്ലത്തോളം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇത് 15 കൊല്ലം നമുക്ക് ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നെങ്കിലും ഇതിനൊക്കെ ലൈഫ് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 5 കൊല്ലം കൂടിപ്പോയ ഒരു 6-7 കൊല്ലം അത്രയും പോലും പോകാൻ നമുക്ക് യാതൊരു ഉറപ്പില്ല. ഇത് ഉപയോഗിക്കുക, എത്രയോ മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയും മാക്സിമം ഇത് ഉപയോഗിക്കുക, ഉപേക്ഷിക്കുക, വേറെ വണ്ടി എടുക്കുക. അതാണ് ഇതിലെ ലാഭം. അല്ലാതെ ഇത് ഉപയോഗിക്കുകയും ചെയ്യണം, കൊടുത്ത് റീസെയിൽ വാല്യൂയും കിട്ടണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അതേക്കുറിച്ച് ബോധ്യമായതിനു ശേഷം മാത്രമേ ഇലക്ട്രിക് വണ്ടി എടുക്കാവുള്ളൂ. ഓട്ടമില്ലാത്തൊരു ഒരിക്കലും ഇലക്ട്രിക് വണ്ടി എടുക്കരുത്. അത് വണ്ടിക്കും നഷ്ടമാണ്, നമ്മുടെ പൈസയ്ക്കും നഷ്ടമാണ്. നമുക്ക് വെറും ഒരു 10-15 കിലോമീറ്റർ ഓടുന്നതിന് ഒരാൾക്ക് ഒരിക്കലും ഇലക്ട്രിക് വണ്ടി എടുക്കരുത്. അത് നഷ്ടമാണെന്ന് പറഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ്. ഡെയിലി ഒരു 60 കിലോമീറ്ററെങ്കിലും ഓടണം, അല്ലെങ്കിൽ 40 കിലോമീറ്ററിന് മുകളിലെങ്കിലും ഓടണം. എന്നാലും ഈ വണ്ടി ഇലക്ട്രിക് വണ്ടി നമുക്ക് മുതലാവുകയുള്ളൂ. അപ്പോൾ ഡെയിലി അത്യാവശ്യം ഓട്ടമുള്ളവർ മാത്രം ഇലക്ട്രിക്കൽ സ്കൂട്ടർ എടുക്കുക. എനിക്ക് അത്യാവശ്യം ഓട്ടം ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഞാനിപ്പോൾ കാർ എടുത്തതിന് ശേഷമാണ് ഇതിന് കുറച്ച് ഓട്ടം കുറഞ്ഞത്. ഇപ്പോൾ ഈ കാർ എടുത്തിട്ട് 8 മാസം വിൻസർ എടുത്തിട്ട് അത് 8 മാസം കൊണ്ട് അത് 23,000 കിലോമീറ്റർ കഴിഞ്ഞു. ഇതിപ്പോൾ ഒരു കൊല്ലം 4 മാസമായപ്പോൾ 20,000 ആയി. ഇതൊരു 16,000-17,000 ആയപ്പോഴാണ് വിൻസർ എടുക്കുന്നത്. പിന്നെ അതിനുശേഷം കൂടുതലും കാർ തന്നെയാണ് യൂസിങ് ഇപ്പോൾ കൂടുതൽ. ഇതിപ്പോൾ വൈഫാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ഓട്ടം കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പം ഞാൻ വീണ്ടും ഇടയ്ക്ക് ഉപയോഗിക്കും. അങ്ങനെ ഓടിയാലേ ഇത് നമുക്ക് ലാഭമുള്ളൂ. ഓടിക്കുക, എത്രയും പറ്റുന്നു അത്രയും മാക്സിമം ഓടിച്ച് മുതലാക്കുക. അതേതുകൊണ്ട് കാര്യമുള്ളൂ ഇലക്ട്രിക്കൽ വണ്ടി ആയിട്ടുള്ളത്. അപ്പോൾ ഈ വണ്ടിയിൽ ഞാൻ ഹാപ്പിയാണ്. ഹാപ്പി അല്ലാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ചേതക്കിൻ്റെ ഗ്രൂപ്പിൽ നെഗറ്റീവ്സ് ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാം തികഞ്ഞ വണ്ടിയാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ഞാൻ ഹാപ്പിയാണ്, എനിക്ക് ഓക്കെയാണ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓക്കെ ആവണമെന്നില്ല. 5000 കിലോമീറ്റർ ആയപ്പോഴത്തേനും മെയിൻ ബാറ്ററി മാറിയവരുണ്ട്. 1000 കിലോമീറ്റർ ആയപ്പോൾ മെയിൻ ബാറ്ററി മാറിയ ആൾക്കാരുണ്ട്. ഞാൻ 20,000 കിലോമീറ്ററായി. എന്തോ ഭാഗ്യം കൊണ്ടും എൻ്റെ യൂസേജ് കൊണ്ടായിരിക്കാം ഇതുവരെ കുഴപ്പങ്ങളില്ല. 20,000 കിലോമീറ്ററായി. ആകെ വന്ന കംപ്ലൈൻറ്റ് ബാക്ക് ടയർ മാറി,
അതുപോലെ ഓക്സിലറി ബാറ്ററിമാർ. ഇത് കംപ്ലൈന്റ് അല്ല, നമ്മൾ ഉപയോഗത്തിനനുസരിച്ച് പോയിട്ടുള്ളതാണ്. ഞങ്ങൾ 2 പേരുള്ള യാത്രയാണ് കൂടുതലും ഈ വണ്ടിയിൽ. അങ്ങനെയാണ് 18,000 കിട്ടിയത്. ടയർ ലൈഫ് 35,000 കിട്ടിയവരുണ്ട്, 40,000 കിട്ടിയവരൊക്കെ ഉണ്ട് ബാക്കിൽ. ഓരോരുത്തരുടെ ഉപയോഗം പോലെ ഇരിക്കും ടയർ ലൈഫിന്റെ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കും.